ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർമണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. മോളെ, നീ ഇതൊക്കെ മതിയാക്കിയിട്ട് വേറെ പണിവല്ലോ നോക്ക്. അവൻ ഇനി ഫോൺ എടുക്കില്ല. ഞാൻ തോറ്റുപോയതിന്റെ സന്തോഷമാണോ അമ്മയ്ക്ക്? നീ തോക്കുന്നത് എനിക്ക് സങ്കടം തന്നെയാ. പക്ഷേ ആ വൃത്തികെട്ടവനെ മനസ്സിൽ കൊണ്ടു നടന്ന നീ ജീവിതത്തിൽ എവിടെ എത്തില്ല. പിന്നെ നീ തന്നെയല്ലേ പറഞ്ഞത് എന്ത് വില കൊടുത്തും നീ ഗോപാൽജിയുടെ മരുമകളാവൂന്ന്. അധികം വൈകാതെ ആ സ്ഥാനത്തേക്ക് വേറൊരുത്തി കയറും. പിന്നെ നീ എന്തു ചെയ്യാനാ? ഇതാണ് കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവുള്ളൂന്ന് പറയുന്നത്. നിന്റെ എല്ലാ പ്ലാനും തകർന്ന സ്ഥിതിക്ക് ഇനിയെങ്കിലും നിലത്ത് നടക്കാൻ പഠിക്കേ. ഞാനെങ്ങനെ തോറ്റോടുന്നാണോ അമ്മ കരുതിയത്? എനിക്ക് വിട്ടുകൊടുക്കാനുള്ള ഒരു ഉദ്ദേശവും ഇല്ല. ഞാൻ എന്തെങ്കിലും ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ അത് നേടുക തന്നെ ചെയ്യും. നീ ഇനി എന്ത് ചെയ്യൂന്ന് പറ. ഗോപാൽജി സഞ്ജുവിന് വേറെ കല്യാണം ആലോചിച്ചു കഴിഞ്ഞു. ആലോചന വന്നിട്ടല്ലേ ഉള്ളൂ, കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അവസാന നിമിഷം വരെ ഞാൻ പ്രതീക്ഷ കൈവിടില്ല. ഗോപാൽജി കല്യാണം നടത്താൻ തീരുമാനിച്ചാ അത് നടത്തിയിരിക്കും. നീ എന്ത് ചെയ്യാനാ? ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് അമ്മ കണ്ടാ മതി. മോളെ, നീ കളിക്കുന്നത് തീ കൊണ്ടാ. ഗോപാൽജി ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അയാള് കൊല്ലാൻ പോലും മടിക്കില്ല. അയാൾ എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കാരണം അയാൾക്ക് എന്നെ പേടിയുണ്ട്. എന്നെ എന്തെങ്കിലും ചെയ്താ ഗിരിയേട്ടൻ പ്രതികരിക്കുമെന്ന് അയാൾക്ക് നന്നായിട്ടറിയാം. ആ റിസ്ക് അയാൾ ഒരിക്കലും എടുക്കില്ല. മോളെ, നീ എന്തിനാ ആ സഞ്ജുന്റെ പുറകെ തന്നെ ഇങ്ങനെ നടക്കുന്നത്? നമുക്ക് വേറെ ഏതെങ്കിലും നല്ല പയ്യനെ നോക്കാം. നല്ല പയ്യനെന്ന് പറയുമ്പോ അമ്മ എന്താ ഉദ്ദേശിക്കുന്നെ? നല്ല സ്വഭാവമുള്ള സർക്കാർ ജോലിയുള്ള ഏതെങ്കിലും കോന്തനെ ആയിരിക്കും അല്ലേ? അങ്ങനെ ഒരു പയ്യനെ കല്യാണം കഴിക്കുന്നതില് എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. പക്ഷേ അങ്ങനെ ചെറിയ സ്വപ്നങ്ങൾ കണ്ട് എനിക്ക് ശീലമില്ല. എനിക്ക് ആഡംബര കാറുകളിൽ യാത്ര ചെയ്യണം, വലിയൊരു മാളികയിൽ കിടന്നുറങ്ങണം, ഇഷ്ടം പോലെ ആഭരണങ്ങൾ അണിയണം. ഇതെല്ലാം അമ്മയും ഏട്ടനും കണ്ടുപിടിക്കുന്ന പയ്യന്മാരെ കൊണ്ട് നടക്കില്ല. അതിനാണ് പറ്റിയൊരാളെ ഞാൻ തന്നെ കണ്ടുപിടിച്ചത്. അവനെ കഷ്ടപ്പെട്ട് വളച്ചെടുത്ത് കല്യാണം കഴിക്കാനുള്ള ഒരു അവസ്ഥ വരെ കാര്യങ്ങൾ എത്തിച്ചപ്പോ എവിടുന്നോ വലിഞ്ഞു കയറി വന്നൊരു പെണ്ണ് എനിക്ക് പകരം ആ വീട്ടിലെ മരുമകളാണെന്ന് പറഞ്ഞ എനിക്ക് സഹിക്കോ? എന്ത് കളി കളിച്ചിട്ടാണെങ്കിലും ഞാൻ ആ വീട്ടിൽ കയറി കൂടും. അമ്മ നോക്കിക്കോ. നീ ഇങ്ങനെ കാശിന്റെ പിറകെ ആർത്തി പിടിച്ച് നടക്കല്ലേ. ജീവിതത്തില് അതിനേക്കാൾ വിലയുള്ള പല കാര്യങ്ങളും ഉണ്ട്. ഇങ്ങനെയുള്ള വാചകങ്ങളൊക്കെ ചുമരിൽ തൂക്കിയിടാൻ കൊള്ളാം, പ്രാവർത്തികമാവില്ല. അതമ്മയ്ക്ക് ഇപ്പൊ മനസ്സിലാവില്ല. ഞാൻ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളെല്ലാം നടന്ന ശേഷം ഒരു കോടീശ്വരിയായി അമ്മയുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോ മനസ്സിലാവും. ഇന്നില്ലാത്ത അബദ്ധത്തിലൊന്നും പോയി ചാടല്ലേ. എന്നിട്ട് ഞാൻ അവിടെ ഉണ്ടാവണമായിരുന്നു. എല്ലാം മിസ് ചെയ്തു. ആ സാരമില്ല, ഞാനും വക്കീലും അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. ഏയ് ചുമ്മാ ഒരു രസം. ഏയ് അതൊന്നും സാരമില്ല, ഞങ്ങളെ ഉടനെ എത്താം. ബൈ. ആരോടും എന്താ കാര്യം? ചേച്ചിയായിരുന്നു. ഗോപാലൻ ഗിരിയേട്ടന്റെ വീട്ടിലേക്ക് വന്നിരുന്നു. ആ അതിൽ അത്ഭുതമൊന്നുമില്ലല്ലോ. അവന്റെ കൺകണ്ട ദൈവമല്ലേ. അയാള് വെറുതെ വന്നതല്ല, കല്യാണം വിളിക്കാൻ വന്നതാ. ആര് കല്യാണം? സഞ്ജയുടെ. ഇതോടെ സ്വപ്നയുടെ സ്വപ്നങ്ങളെല്ലാം തകർന്നില്ലേ? പാവം. പാവോ? അവളോ? ആ പിശാചിന് ഇതൊന്നും കിട്ടിയാ പോരാ.
അവള് നമ്മളെ രണ്ടുപേരെയും എന്തുമാത്രം ഉപദ്രവിച്ചിട്ടുണ്ട്. സഞ്ജയ്ക്ക് വേണ്ടിയല്ലേ അവള് വക്കീലിനെ നൈസായിട്ട് ഒഴിവാക്കിയത്. ഇപ്പൊ ആ ബന്ധം തകർന്നപ്പോ ചെറിയൊരു സന്തോഷം തോന്നുന്നില്ലേ? ആ ചെറുതായിട്ട്. ആ എനിക്കും അത് തന്നെ. എന്റെ അടുത്ത് പലതവണ വക്കീലിനെ കല്യാണം കഴിക്കുന്നത് ഞാൻ കാണിക്കുന്ന അബദ്ധമാണെന്ന് അവള് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ആരാ അബദ്ധം കാണിച്ചെന്ന് അവക്ക് മനസ്സിലായി കാണും. അല്ല, നമ്മളിങ്ങനെ വേറെ ആളുടെ വിഷമം ആസ്വദിക്കുന്നത് ശരിയാണോ? എനിക്ക് സന്തോഷം തോന്നുമ്പോഴും വല്ലാത്ത കുറ്റബോധം തോന്നുന്നുണ്ട്. അതിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ബുദ്ധിമുട്ട് വരുമ്പോഴൊക്കെയും അവളും ആസ്വദിച്ചിട്ടില്ലേ? നമ്മുടെ മുഖത്ത് നോക്കി കുറെ പുച്ഛിച്ചിട്ടില്ലേ? അപ്പൊ അവക്കൊരു പ്രശ്നം വരുമ്പോ ചെറിയൊരു മനസ്സുഖം കിട്ടുന്നതിലെ തെറ്റൊന്നുമില്ല. ആണല്ലേ? പിന്നല്ലാതെ. നമ്മള് സാധാരണ മനുഷ്യരല്ലേ. നമുക്കിഷ്ടമില്ലാത്തവർക്ക് ഒരു പണി കിട്ടുമ്പോ ഏതൊരു സാധാരണക്കാരനും സന്തോഷിക്കും. നമുക്കേ അവിടെ വരെ ഒന്ന് പോണം. അത്രയ്ക്ക് വേണോ? വേണം. എന്റെ ഒരു സന്തോഷത്തിനാ. ഞാനേ വേഗം റെഡിയായിട്ട് വരാം. ശരി. എന്നെ ഒഴിവാക്കാന്ന് വിചാരിച്ചിരിക്കുവാണല്ലേ? നിനക്ക് നല്ലൊരു ഷോക്ക് കിട്ടുമ്പോ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാൻ പഠിച്ചോളൂ.